നമ്മുടെ റിവൈസ്ഡ് റിസൾട്ട് വന്നിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ ചെക്ക് ചെയ്യുക. ലിങ്ക് പഴയത് തന്നെയാണ്. അതായത് നമ്മൾ ആദ്യം റിസൾട്ട് വന്നപ്പോൾ നോക്കിയിരുന്ന അതേ സെയിം ലിങ്ക് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, റിസൾട്ടിന്റെ പേര് ഇപ്പോഴും December 2025 റിസൾട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉള്ളത്. ചെക്ക് ചെയ്തായിരുന്നോ? സ്കോറ് വ്യത്യാസം വന്നിട്ടുണ്ട്, റിസൾട്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. PhD ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഒന്നോ രണ്ടോ മാർക്കിന് നെറ്റ് മിസ്സായ കുട്ടികൾക്ക് അത് നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം റിസൾട്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, സ്കോറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാവരും ആ ഒരു റിസൾട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പഴയ ലിങ്ക് തന്നെയാണ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, ഞാനത് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം നമ്മൾ എന്തിനാണ് നമ്മൾ ഐഫർ ചൂസ് ചെയ്യേണ്ടത്? എന്തുകൊണ്ട് നിങ്ങൾ ഐഫർ ചൂസ് ചെയ്യണം? നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ എന്തിന് നിങ്ങൾ ഐഫറിനെ ചൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു വലിയൊരു ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ എന്നുള്ള നിലക്കാണ് ഇന്ന് നമ്മളിവിടെ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഒരു ആൻസർ ആണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ കഴിഞ്ഞ ടേമില് December 2025 ടേമില്, അതായത് ഫസ്റ്റ് വന്ന റിസൾട്ട് പ്രകാരം ഇവരുടെ റിസൾട്ടിൽ, അതായത് ഓൾറെഡി നെറ്റ് കിട്ടിയവർക്കും ഓൾറെഡി JRF ഹോൾഡേഴ്സിന്റെയും റിസൾട്ടിൽ മാറ്റം വരില്ല. കാരണം നമുക്ക് കട്ട് ഓഫിൽ വ്യത്യാസം വന്നിട്ടില്ല, സ്കോറിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഓൾറെഡി ഇത് കിട്ടിയവരുടെ റിസൾട്ട്, ഓക്കെ, ഇത് മാറില്ല. ഓക്കെ, അപ്പം December 2025 പ്രകാരം, ആ ഒരു റിസൾട്ട് പ്രകാരം നമ്മുടെ JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണിത്. ഓക്കെ, 6 JRF ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് കൊമേഴ്സ് നിന്ന്. ഓക്കെ, ഇവര് 6 പേരും നമ്മുടെ മിഷൻ JRF ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. മിഷൻ JRF ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഫീച്ചേഴ്സും അടങ്ങുന്ന ഒരു ബാച്ചാണ്. അതായത് നമുക്ക് പല ടൈപ്പ് ബാച്ച് ഉണ്ട്, പ്രൈം പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാച്ചുകൾ ഉണ്ട്. അപ്പം പ്രൈമും പ്രോ ഒക്കെ വരുമ്പോൾ അലുമിനീസ് ആയിട്ടുണ്ടാവും. അതായത് അവര് ഒരു ടേം കിട്ടി, അടുത്ത ടേം ആകുമ്പോൾ അടുത്ത ടേമിലോട്ട്, അതായത് സെക്കൻഡ് ടേം ഒക്കെ ആയിരിക്കും പ്രൈമും പ്രോ ഒക്കെ. പക്ഷെ മിഷൻ JRF ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഷ് ബാച്ച് ആണ്. ഓക്കെ, മിഷൻ JRF, അതുപോലെ തന്നെ JRF ട്രാക്ക് ബാച്ച്, ഇതൊക്കെ എന്താണ്, നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ബാച്ച് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മിഷൻ JRF ബാച്ചിൽ നിന്ന് ഉള്ള കുട്ടികളാണിത്. ഓക്കെ, ആ കംപ്ലീറ്റ് ഫീച്ചറും യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ള കുട്ടികളാണ് ഇവർ. ഓക്കെ, 6 JRF ആണ് ഉണ്ടായിരുന്നത്. അത് മേ ബി മാറാം, കാരണം പുതിയ റിസൾട്ട് വന്നിട്ടുണ്ട്, കുട്ടികളുടെ റിസൾട്ട് മാറിയിട്ടുണ്ട്. സോ 6 JRF എന്നുള്ളത് ഇപ്പം സ്റ്റിൽ കൗണ്ടിങ് എന്നുള്ള നിലയിലാണ്. നെറ്റ് എന്താണ്, നെറ്റിന്റെ റിസൾട്ടും മാറ്റം വന്നിട്ടുണ്ട്. 85 നെറ്റ് എന്നുള്ളത് മാറിയിട്ട് അടുത്ത ഒരു കൗണ്ടിലോട്ട് എത്തും. ഓക്കെ, കാരണം പുതിയ റിസൾട്ട് വന്നു എന്നുള്ളത് കൊണ്ട്. പിന്നെ 171 PhD ആണ് നമ്മൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ മാത്രമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിലും വലിയൊരു ആൻസർ ഇല്ല. എന്തിന് നിങ്ങൾ ഐഫറിനെ ചൂസ് ചെയ്യണം എന്നുള്ളതിന് ഇതിലും വലിയൊരു ആൻസർ എനിക്ക് തരാനില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഇതാണ് ഇപ്പൊ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ച് എന്ന് പറയുന്നത്. മിഷൻ JRF എന്ന് പറയുന്നത് നമ്മളൊരു ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ, ആ ഒരു എന്താ പറയാ, നമ്മളിപ്പം ഒരു എക്സാം കഴിഞ്ഞ് അത് ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചാണ് എന്ത്, മിഷൻ JRF ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ JRF ട്രാക്ക് ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഇനി എക്സാമിനാകെ ഒരു 2-3 മാസങ്ങളേ ഉള്ളൂ. അപ്പം പല കുട്ടികളുടെയും ഒരു കൺസേൺ ആണ്, അതായത് ഇപ്പം ഈ 3 മാസം കൊണ്ട് പഠിച്ചാൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നിങ്ങളിപ്പോ ക്രാക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഈ JRF ട്രാക്ക് ബാച്ചിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ടേമിലോട്ടും കൂടെ എന്ത് ചെയ്യും, ഇത് എക്സ്റ്റൻഷൻ കിട്ടും. ഓക്കെ, അപ്പം അതാണ് JRF ട്രാക്ക് ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ജൂൺ എക്സാം എഴുതാൻ പോകുന്ന ഒരാൾക്ക് അത്രയും റിലാക്സ്ഡ് ആയിട്ട് എഴുതാം. കാരണം എന്താണ്, ഇപ്പം ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ പോലും എന്താണ്, നമുക്ക് അടുത്ത ഒരു ടേം അവിടെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ കാമായിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു ബാച്ചാണ് എന്ത്, JRF ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. അതിന് X1, X2, X3 ലെവൽസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. X1 എന്ന് പറയുമ്പോൾ ഒരു മിനിമം ലെവൽ എക്സ്റ്റൻഷൻ കിട്ടുന്നതാണ്. ഓക്കെ, എന്നാലും നമുക്കൊരു 1 ഇയർ എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, 1 ഇയർ എക്സ്റ്റൻഷൻ അല്ല, ഇപ്പം ഒരു
അതെ, 1 ഇയർ എക്സ്റ്റൻഷനോളം കിട്ടും. പിന്നെ X2 ബാച്ച് വരുന്നുണ്ട്, X3 എന്ന് പറഞ്ഞിട്ട് ഒരു തേർഡ് ലെവൽ ഉണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ എക്സ്റ്റൻഷൻ കിട്ടുന്ന ഒരു ബാച്ചാണ് X3 ബാച്ച്. ഓക്കെ, അപ്പം അതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന അഡ്മിഷൻ നമ്പറിലോട്ട് വിളിക്കുക. ഓക്കെ, ഇതാവുമ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന പോലെ നമുക്ക് സമാധാനമായിട്ട് എഴുതാം, റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതാം. അവിടെ ശരിക്ക് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സാം ഹാളിലെ ആൻസൈറ്റി നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം JRF ട്രാക്ക് ബാച്ചിൽ പോയി ചേർന്നിട്ട് ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂളായിട്ട് നെറ്റ് JRF ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാച്ച് എടുക്കാനായിട്ട്, ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ആൻഡ് എന്താണ് ശരിക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈഡ് ആവാനായിട്ട് വേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെ എന്താണ് മനപ്പാഠം പഠിക്കുക, മെമ്മറൈസ് ചെയ്യുക, റോട്ട് ലേണിംഗ് നടത്തുക, അതിനപ്പുറമായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിക്കുക, കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ, ആൻഡ് ഒരു സ്ട്രാറ്റജിക് ഡീകോഡിങ് നമ്മൾ ചെയ്യണം. ഓക്കെ, പിന്നെ അത് നമ്മുടെ ഇപ്പം റീസെന്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻസാ. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ എന്താണ് അതിനെ വായിച്ച് അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി അറിയുന്ന, ആ ഒരു കോൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് അറിയുന്ന കുട്ടികൾക്കായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് PYQs ചെയ്തിട്ട് ഈ NTA ഒരു പ്രത്യേക പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഒരു UGC NTA കൊമേഴ്സ് എക്സാം അല്ലെങ്കിൽ നെറ്റ് എക്സാം നടത്തുമ്പോൾ അവർക്കൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാനായിട്ട് നോക്കണം. ഓക്കെ, ആ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്, മാക്സിമം PYQs ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ PYQs ഇവിടെ പല ടൈപ്പ് അല്ലെ പല രീതിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ PYQs കുട്ടികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതും ഒരു മൾട്ടിപ്പിൾ ലെവൽ ഓഫ് PYQ പ്രാക്ടീസിങ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ കഴിഞ്ഞ ടേം മുതൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീച്ചറാണ്, അല്ലെങ്കിൽ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ ടേമിനെ അപേക്ഷിച്ചിട്ടും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അപേക്ഷിച്ചും നമ്മൾ ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളതും കേരളത്തിലെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നതും. ഓക്കെ, അപ്പം അതിലോട്ടൊക്കെ നമുക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ, PYQs നമ്മൾ ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പിൽ തന്നെ കംപ്ലീറ്റ് PYQs ഉണ്ട്. ഓരോ ടേം വൈസ് ഒരു 10+ PYQ സെറ്റുകൾ, PYQ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തന്നെ കാറ്റഗറൈസ്ഡ് PYQs ഉണ്ട്. ഇപ്പം ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞ കുട്ടിക്ക് എന്ത് ചെയ്യണം, അവിടെ ആ ഒരു യൂണിറ്റിന്റെ PYQ ചെയ്യണം. ഓക്കെ, ഇപ്പം ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ് കംപ്ലീറ്റ് ആക്കിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യണം, അതിന്റെ PYQ മാത്രം കിട്ടണം. ഓക്കെ, അത് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് യൂണിറ്റ് കവർ ചെയ്ത് PYQ ചെയ്യണം എന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ യൂണിറ്റ് കഴിയുന്നതിനനുസരിച്ച് അതിന്റെ PYQs ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻസ്. ഓക്കെ, ഡെയിലി ടെസ്റ്റ് ആയിട്ട് നമ്മൾ PYQs ആണ് കൊടുക്കുന്നത്. ഓക്കെ, PYQs യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഈ കാറ്റഗറൈസ്ഡ് PYQsനെ ഡെയിലി ടെസ്റ്റുകളായിട്ട്, അത് ഒരു നിർബന്ധമുള്ള ഒരു കാര്യമാണ്. കാരണം ഡെയിലി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡേ മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ കുട്ടി നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം കുട്ടികളെ റെസ്പോൺസിബിൾ ആക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഡെയിലി ടെസ്റ്റ് കൊടുക്കും. ഡെയിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന കൺഫ്യൂഷൻസ്, ഓക്കെ, അതിന്റെ ഒരു ഡിസ്കഷൻ, ആ ടെസ്റ്റിന്റെ ഒരു ഫോളോ അപ്പ് ലൈവ് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിന്റെ ഒരു ഡിസ്കഷൻ ലൈവ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിന്റെ പിറ്റേ ഡേ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ആ കുട്ടിക്ക് ആ ഒരു അറ്റൻഡ് ചെയ്ത ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് PYQ ആണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ PYQന്റെ ഡിസ്കഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡെയിലി ടെസ്റ്റിന്റെ ഡിസ്കഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അത് യൂണിറ്റ് വൈസ് ആ പോകുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, JRF ക്ലബുകളിലായിട്ടും നമ്മൾ PYQs തന്നെയാണ് കൊടുക്കുന്നത്. അതിലാവുമ്പോൾ നമ്മൾ എന്താണ്, ടേം വൈസ് ആണ്. ഇപ്പം ഒരു ടേം കംപ്ലീറ്റ്, ഓക്കെ, ഇപ്പം ജൂൺ 2025 ടേം കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അതിങ്ങനെ ഓർഡർ, അതായത് ഇന്ന സബ്ജക്ട് എന്നൊന്നും ഉണ്ടാവില്ല. ആ ഒരു എങ്ങനെയാണോ ക്വസ്റ്റ്യൻ
കാണുക. ഓക്കെ, അപ്പം നമ്മുടെ ഒരു എക്സാം ഹാളിൽ എങ്ങനെയാണോ നമ്മൾ ക്വസ്റ്റ്യൻ കാണുക അതേ ഓർഡറിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു റെസ്പോൺസ് ഷീറ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പം ഒരു തേർഡ് ലെവൽ PYQ പ്രാക്ടീസിംഗ് ആണ് JRF ക്ലബിൽ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അവര് എന്ത് ചെയ്യും, ഈ സിലബസ് കവർ ചെയ്യും. ഓക്കെ, സിലബസ് കവർ ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ ഒരു മൾട്ടിപ്പിൾ ടൈം നമ്മുടെ PYQs ചെയ്യാനായിട്ടും PYQ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഒരു റിവിഷൻ ആസ്പെക്റ്റിലായിട്ട് എടുക്കാൻ പറ്റും. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ഡിഫറെന്റ് ആസ്പെക്റ്റിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ശരിക്ക് ഈ PYQ പ്രാക്ടീസിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് വിന്നേഴ്സ് ആയിട്ടുള്ള പോയിട്ടുള്ളവരെല്ലാം പറയുന്നത് അവർ ഈ ലാസ്റ്റ് 2 or 3 months അവര് PYQs മാത്രം ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം അതിന് ഡബിൾ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഈ PYQs ത്രൂ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിവൈസ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ PYQ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഐഫർ കഴിഞ്ഞ ടേം മുതൽ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതൊക്കെ നമ്മുടെ എക്സാം ഹാക്കിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, പിന്നെ കൊമേഴ്സിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അധികവും വരാറുള്ളത്. ഓക്കെ, PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അധികം വരാറുള്ളത്. PYQs റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഒരു ടോപ്പിക് മൾട്ടിപ്പിൾ ടൈം എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പം HRM എന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRM എന്ന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ തിയറി. ഓക്കെ, മോട്ടിവേഷൻ തിയറീസ് എന്നുള്ള ആ ഒരു ഇത്. ഓക്കെ, അതിൽ തന്നെ മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി. ഓക്കെ, മോട്ടിവേഷൻ തിയറിയിലെ മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി എല്ലാ ടേമിലും അതിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, ഓക്കെ, അതൊന്നും ഈ പറയുന്ന പോലെ എല്ലാ ടേമിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എക്കണോമിക്സിലെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഈ 2 ടോപ്പിക്കിന്നും എല്ലാ ടേമിലും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഓക്കെ, അതുപോലെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ. ഓക്കെ, ഒരു ടോപ്പിക്കിന്ന് ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, അതിന് ഏറ്റവും അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് PYQ ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ PYQസിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ കണ്ടന്റുകൾ. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു PYQs ആണ് ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റുകളുടെ ഒരു കമ്പാരിസൺ കൂടെ നമ്മൾ നോക്കുന്നുണ്ടെന്ന്. ഓക്കെ, എക്സാമിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് അത് എത്രത്തോളം നമ്മുടെ ഐഫർ കണ്ടന്റ് എന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, കാരണം നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പം ഇതിന് യൂസ്ഫുൾ ആണോ, എന്റെ പ്രിപ്പറേഷൻ ഇത് യൂസ്ഫുൾ ആണോ എന്നാണ് ഞാൻ ചിന്തിക്കുക. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ചിന്തിക്കുക. എന്താണ് നിങ്ങളുടെ ഇവിടെ ഉള്ളത്, ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉള്ളത്, അത് എത്രത്തോളം ഈ എക്സാമിന് റെലവെന്റ് ആണ് എന്നുള്ളതാണ് ഓരോ കുട്ടിയും ചിന്തിക്കേണ്ടത്. ഓരോ സ്റ്റുഡന്റും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു ആൻസർ ആണ് ശരിക്കും. ഓക്കെ, എത്രത്തോളം നമ്മുടെ ഐഫർ കണ്ടന്റ്, ഓക്കെ, ഐഫറിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ എക്സാമിൽ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, 100 ക്വസ്റ്റ്യൻസിൽ 87 ക്വസ്റ്റ്യൻസും ഐഫറിന്റെ കണ്ടന്റ് ബേസ്ഡ് ആണ്. ഓക്കെ, 100 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 87 ക്വസ്റ്റ്യൻസും എന്താണ് ഐഫറിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പേപ്പർ 1ന്റെ കേസിൽ നമ്മുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും മാത്സും 110 ചോദ്യത്തിൽ 110 ചോദ്യവും നമ്മുടെ ഐഫറിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഒരുവിധം എല്ലാ കുട്ടികളും ടഫായിട്ട് പറയുന്ന ഒരു 2 സബ്ജക്ട്സ് ആണ് മാത്സും ഡാറ്റയും. ഓക്കെ, അപ്പം ഈ ഒരു മാത്സിലും ഡാറ്റയിലും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കണ്ടന്റ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാതെ പോകുമ്പോൾ ഐഫറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അത് എക്സ്പെക്ട് ചെയ്തിട്ടാ പോകുന്നത്. അത് ഒരു തവണയെങ്കിലും അത് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാ പോകുന്നത്. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സ്ട്രാ എഡ്ജ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പറഞ്ഞു 87 ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. നമ്മൾ OBCന്റെ റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ, ഓക്കെ, OBCന്റെ റിസൾട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 166 മാർക്കാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണ്ടിയിരുന്നത്.
ഓക്കെ, OBC-കാർക്ക് 166 മാർക്കാണ് നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണ്ടിയിരുന്നത്. പക്ഷെ 87 ക്വസ്റ്റ്യൻസ് കൊമേഴ്സിന് ചോദിച്ചിട്ടുണ്ട്, ഐഫർ കണ്ടന്റിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ കൊമേഴ്സ് മാത്രം പഠിച്ചു പോയിരുന്നെങ്കിൽ ഒരു OBC കാറ്റഗറിയുള്ള കുട്ടിക്ക് എന്ത് ചെയ്യായിരുന്നു, നെറ്റ് ക്രാക്ക് ചെയ്ത് വരായിരുന്നു. ഓക്കെ, ആൻഡ് അവർക്ക് ഒരു OBC കാറ്റഗറിയുള്ള കുട്ടിക്ക് ജസ്റ്റ് പേപ്പർ 1-ൽ ഒരു 30 മാർക്ക് വാങ്ങിയ, ഓക്കെ, ജസ്റ്റ് ഒരു 30 മാർക്കും കൂടെ പേപ്പർ 1-ൽ വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യായിരുന്നു, JRF ക്രാക്ക് ചെയ്ത് പോരായിരുന്നു. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മള് എന്താ പറയാ, കൊമേഴ്സിലോട്ട് മാത്രമാണ് ജോയിൻ ചെയ്തത്, അല്ലെങ്കിൽ കൊമേഴ്സ് പേപ്പർ മാത്രം പഠിച്ചു പോയാൽ പോലും എന്ത് ചെയ്യായിരുന്നു, നെറ്റ് അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്തിട്ട് വരായിരുന്നു. ഓക്കെ, ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന്റെയും ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഫാക്കൽറ്റീസിന്റെ നെയിം ഒന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. ഓക്കെ, ആൻഡ് ഓരോ യൂണിറ്റ് വൈസ് എത്രത്തോളം കണ്ടന്റ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യൂണിറ്റ് വൈസ് എത്രത്തോളം കോണ്ടന്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് 91.66% ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഐഫർ കോണ്ടന്റ് എന്നുള്ളതാണ്. പിന്നെ ബിസിനസ് എൻവിറോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്, അതിന് 100% ക്വസ്റ്റ്യൻസ് ഓക്കെ നമ്മുടെ ഐഫർ കണ്ടന്റ് എന്നാണ്. 11 ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ 11 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്, 11 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ 10 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തതാണ്, നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഓക്കെ, അതിൽ 11 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിൽ 9 ക്വസ്റ്റ്യൻസ് എന്താണ്, നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇൻകം ടാക്സ്, ഓക്കെ, നമ്മള് കുട്ടികൾ കുറച്ച് ടഫായിട്ട് പറയുന്ന ഒരു യൂണിറ്റ്സ് ആണ് ഇതൊക്കെ അല്ലെ. ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് 11 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ 11 ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ ഐഫറിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അതിന് കുറച്ചൊരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഒന്ന് സ്ക്രീൻ ചെറുതാക്കിയത് കേട്ടോ. ഓക്കെ, പിന്നെ ബിസിനസ് എക്കണോമിക്സിൽ 100% ക്വസ്റ്റ്യൻസും നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRM നമുക്ക് ഒരു 60+ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ളതായിരുന്നു. ആൻഡ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പറയുന്ന പോലെ 9 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ 6 ക്വസ്റ്റ്യൻസ് എന്താണ്, നമ്മളിവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ്സിൽ 9 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ 7 ക്വസ്റ്റ്യൻസ് എന്താണ്, നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആൻഡ് ബിസിനസ് ഫിനാൻസ് എന്ന് 8 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ 7 ക്വസ്റ്റ്യൻസ് എന്താണ്, നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ കൊമേഴ്സിന്റെ മാത്രം പഠിച്ചു പോയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് വരായിരുന്നു. ഓക്കെ, ഇനി വരാൻ പോകുന്ന എക്സാമും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇപ്പം ഒരു കോട്ടുണ്ട്, അതായത് ഒരു മരം നടാൻ ഏറ്റവും നല്ല സമയം 10 വർഷം മുൻപാണ്. പക്ഷെ 10 വർഷത്തിന് മുൻപ് നമ്മൾ നട്ടിട്ടില്ല എങ്കിൽ ഏറ്റവും അടുത്തൊരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണെന്നുള്ളത് അല്ലെ. അപ്പം അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ എന്തായാലും കഴിഞ്ഞ ടേമിൽ ജോയിൻ ചെയ്തില്ല, ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റണം, ജോയിൻ ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് ഇത് നമ്മുടെ മെറ്റീരിയൽ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തതാണ്. അത് ഒരു പുതിയ ഫീച്ചർ ആണ് കേട്ടോ. അതായത് 3 ടൈപ്പ് മെറ്റീരിയൽസ്, ഒന്ന് കോർ ഫോക്കസ്, രണ്ടാമത് ഡീപ് ഡ്രൈവ്, മൂന്നാമത് ബിയോണ്ട് ദ ഹൊറിസോൺ. ഓക്കെ, കോർ ഫോക്കസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ആ ഒരു ഏരിയാസ് ഒക്കെ കൂടെ എന്ത് ചെയ്യുന്നു, ഒരൊറ്റ കാറ്റഗറി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിന്ന് 53 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഡീപ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്, അതായത് കോർ ഫോക്കസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ PYQ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഏരിയാസ് ആണ് കോർ ഫോക്കസിൽ ഉള്ളത്. ഇനി ഡീപ് ഡ്രൈവില് നമ്മൾ ഒരു സിലബസ് മൊത്തം കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും എന്ത്, ഡീപ് ഡ്രൈവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിന്ന് 32 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ്, പുതിയ കാര്യങ്ങൾ, അതായത് നമ്മൾ ഇപ്പം എക്സ്പെക്ട് ചെയ്യണമല്ലോ ഏറ്റവും നല്ലൊരു, അതായത് ഏറ്റവും മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു നെറ്റ് കോച്ചിങ് സെന്ററിന്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അവർക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ചോദിക്കാൻ പോകുന്ന അടുത്ത ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇനി ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന ഏരിയാസിനെ കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ,
അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു കുട്ടി എന്താണ് കുറച്ചൊരു എന്താണ് പഠിക്കാൻ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോർ ഫോക്കസ് മാത്രം പഠിച്ചു പോവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു എന്തായാലും ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻസ്, ഓക്കെ, റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ കുറച്ചുകൂടെ ടൈം ഉണ്ടെങ്കിൽ ഡീപ് ഡ്രൈവ് വായിക്കുക. അതും കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബിയോണ്ട് ദ ഹൊറിസോൺ എന്നുള്ള മെറ്റീരിയലും കൂടെ വായിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ JRF ട്രാക്ക് ബാച്ചിന്റെ മൾട്ടിപ്പിൾ ലെവൽ ബാച്ചസ്, ഓക്കെ, X1 X2 X3 ബാച്ചസ് ഒക്കെ ഇപ്പോഴും റണ്ണിങ് ആണ്. നിങ്ങൾ ആ ഒരു ബാച്ചസിലോട്ടൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അതിന് നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഐ മീൻ റിസൾട്ട് വന്നിട്ട് റിവൈസ്ഡ് റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സ്കോറുകൾ വ്യത്യാസം ഉണ്ടോ നോക്കുക, നിങ്ങളുടെ റിസൾട്ടുകൾ മാറിയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു December 2025 PYQ ഇപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഇരുന്ന് പറഞ്ഞാൽ പോരല്ലോ, ഞങ്ങളുടെ കണ്ടന്റിന് ഇത്ര വന്നിട്ടുണ്ടായിരുന്നു, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് പ്രൂഫ് വേണം അല്ലെ. ഓക്കെ, അപ്പൊ ആ പ്രൂഫുകളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. 87 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ഐഫർ കോണ്ടന്റ് എന്നുള്ളതാണ്. ആ 87 ക്വസ്റ്റ്യൻസിന്റെയും പ്രൂഫ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ഈ ഒരു ചെറിയൊരു സെഷൻ ആണല്ലോ, സോ ഞാൻ കുറച്ചൊരു കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ മാത്രം പ്രൂഫുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇഗ്നോർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ JRF ക്ലബ്ബ് PPTന്ന് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തെടുത്തതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷൻ 44AD ആൻഡ് സെക്ഷൻ 44ADA ഫോളോ ചെയ്യുന്ന ആളുകൾ ഏത് ഡേറ്റിന് മുൻപായിട്ടാണ് അവരുടെ 100% ടാക്സും പേ ചെയ്യേണ്ടത്, ഓക്കെ, എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എത്രയാണ്, മാർച്ച് 15 മുന്നേ ആയിട്ടാണ് അത് പേ ചെയ്യേണ്ടത് അല്ലെ. യെസ്, മാർച്ച് 15 മുന്നേ ആയിട്ടാണ്. ഇതിന്റെ ഈ ഒരു PYQ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, PYQ ഡിസ്കഷൻ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, കാണാനായിട്ട് നോക്കുക. PYQ ഡിസ്കഷൻ പോകുന്നുണ്ട്. മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് കൊമേഴ്സിന്റെ യൂട്യൂബ് ലൈവ് സെഷൻസ് ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലുണ്ട്. ഓക്കെ, അത് കാണുക. 2 സെഷനാണ് കഴിഞ്ഞിട്ടുള്ളത്, അത് കാണാനായിട്ട് നോക്കുക. PYQs അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പ് അല്ല, ഗൈഡൻസ് ഗ്രൂപ്പ്. ഓക്കെ, നിങ്ങളൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പ്, നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പ്. ഓക്കെ, അത് ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പം അതില് നമ്മൾ PYQs ആണ് പോള് രൂപത്തിൽ കൊടുക്കുന്നത്. ഓക്കെ, PYQs കൊടുക്കും. അതുപോലെ തന്നെ PYQs കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ എക്സ്പ്ലനേഷനും കൊടുക്കുന്നുണ്ട്. അപ്പം ദിവസം ഒരു 2 PYQ വെച്ച് കിട്ടും. ഓക്കെ, അപ്പൊ 7 ദിവസമാണുള്ളത്, 14 PYQ വെച്ചിട്ട് എല്ലാ ആഴ്ചയും കിട്ടുന്നുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷനും കിട്ടുന്നുണ്ട്. ഡെയിലി അത് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് കണ്ടോ, ഇത് നമ്മുടെ ഇൻകം ടാക്സ് ഞാൻ പറഞ്ഞല്ലോ, 100% ക്വസ്റ്റ്യൻസും നമ്മുടെ കണ്ടന്റ് എന്നുള്ളതാണ്. ജസ്റ്റ് പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഇവിടെ പ്രൂഫായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, ഞാൻ യൂട്യൂബ് സെഷൻസിലൊക്കെ, അതായത് December 2025 നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള യൂട്യൂബ് സെഷൻസിലൊക്കെ ഞാൻ റിപ്പീറ്റഡ്ലി അത്രയും സ്ട്രെസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു GST റേറ്റ്സ് പഠിച്ചോളി, പുതിയ അമെന്റ്മെന്റ് ആണ്, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരുന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളതാണ്. ഓക്കെ, GST അമെന്റ്മെന്റ്സ് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഇതൊന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കുട്ടികൾക്ക് കുറച്ച് ടഫായിട്ട് പറയുന്ന ഒരു ടോപ്പിക് ആണല്ലോ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചോദിച്ചിട്ടുള്ള സ്ക്യൂനസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സ്ക്യൂനസ് വെച്ചിട്ടുള്ള അതിന്റെ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, ഷഫീഖ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ JRF ഹോൾഡർ ആണ്. ഓക്കെ, JRF ഹോൾഡർ ആണ്, ഇപ്പം ഡോക്ടറേറ്റ് എടുത്തു, PhD വർക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ഫാക്കൽറ്റീസും JRF ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, ഇപ്പം ഫാരിസ് സാറ്, റമീസ് സാറ്, ഓക്കെ, ഇപ്പം
എന്താ പറയാ, യൂണിറ്റ് വൈസ് പറയുകയാണെങ്കിൽ ബിസിനസ് എൻവിറോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എടുക്കുന്ന, അതുപോലെ തന്നെ അക്കൗണ്ടിങ് എടുക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നത്, ഓക്കെ, മാർക്കറ്റിംഗ് എടുക്കുന്നത്, ലീഗൽ ആസ്പെക്ട് എടുക്കുന്നത്, ഇവരൊക്കെ എന്താണ് JRF ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, ഇപ്പം അക്കൗണ്ടിങ് എടുത്ത ദിവ്യ മാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ നെറ്റ് ക്രാക്ക് ചെയ്തുള്ള ഒരാളാണ് ദിവ്യ മാം. ഓക്കെ, ഒരുപാട് വർഷങ്ങളായി ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയും എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്കൽറ്റിയാണ് ദിവ്യ മാം. ആൻഡ് ജനറൽ കാറ്റഗറിയിൽ നെറ്റ് ക്രാക്ക് ചെയ്തുള്ള ഒരാളാണ്. അതായത് OBC കാറ്റഗറിക്ക് അറിയാം, നമ്മള് OBC കാറ്റഗറിനേക്കാൾ ഒരുപാട് മാർക്ക് കൂടുതൽ വേണം ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അത്രയും എഫേർട്ട് എടുത്ത് അത്രയും സ്കോർ ചെയ്ത് നെറ്റ് ക്രാക്ക് ചെയ്ത ഒരാളാണ് ദിവ്യ മാം. ഓക്കെ, ആൻഡ് നമ്മുടെ സ്റ്റാറ്റി എടുക്കുന്നത് JRF ഹോൾഡർ ആയിട്ടുള്ള ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഷഫീഖ് സാർ ആണ്. ഓക്കെ, ഷഫീഖ് സാർ പഠിപ്പിച്ചതൊന്നും ഇന്നുവരെ ചോദിക്കാതിരുന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റാറ്റി ഒക്കെ എത്ര നേരം വേണമെങ്കിലും സാർ എന്ത് ചെയ്യും, പഠിപ്പിച്ചിരുന്നുള്ളതാ. അത്രയും എത്ര വേണമെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കി തരുന്നുള്ളതാണ്. ഓക്കെ, സാറിന് ചില സെഷൻസ് ഒക്കെ 3 മണിക്കൂർ 4 മണിക്കൂർ പോകുന്ന കണ്ടിട്ട്. കാരണം കുട്ടികൾ അത്രയും സ്റ്റാറ്റി കുട്ടികൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ കുട്ടികൾ അത്രയും ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അങ്ങനെ അത്രയും സെഷൻസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അത്രയും ക്ലിയർ കട്ടായിട്ട് സ്റ്റാറ്റി പഠിപ്പിച്ചു തരുന്ന ഒരു സാറാണ് ഷഫീഖ് സാർ. ഓക്കെ, അതായത് സാർ എപ്പോഴും പറയും, നമ്മൾ സ്റ്റാറ്റി പഠിക്കുമ്പോൾ ജസ്റ്റ് ഇപ്പൊ പകുതിക്കെന്ന് കണ്ടിട്ട് കാര്യമില്ല, നമ്മൾ ആ ഒരു ബിഗിനിങ് മുതൽ എൻഡ് വരെ കണ്ടാലാണ് സ്റ്റാറ്റി മനസ്സിലാവുള്ളൂ. സാറും അതുപോലെ തന്നെയാണ്. അതായത് നമ്മളെ ആ ഒരു ബിഗിനിങ് മുതൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓക്കെ, സ്റ്റാറ്റി എന്നുള്ള സബ്ജക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പാകത്തിന് നമ്മളതിനെ സാറ് മാറ്റിയെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അമാൽഗമേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു അമാൽഗമേഷന്റെ ടോപ്പിക് ഒക്കെ ഇപ്പം റീസെന്റ് ആയിട്ട് 2 ടേം അടുത്തടുത്ത ടേംസിലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിന് മുന്നത്തെ ടേംസിൽ അമാൽഗമേഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ JRF ക്ലബ്ബ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു JRF ക്ലബ്ബിൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. അതിലൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം അമാൽഗമേഷൻ ഇൻ ദ നാച്ചർ ഓഫ് മെർജർ, അമാൽഗമേഷൻ ഇൻ ദ നാച്ചർ ഓഫ് പർച്ചേസ്, അങ്ങനെ 2 കേസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിലിപ്പം അമാൽഗമേഷൻ ഇൻ ദ നാച്ചർ ഓഫ് മെർജർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, ഒരു ബേസിക് ലെവലിലാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകാനായിട്ട് നോക്കും. ഓക്കെ, അപ്പൊ എന്താണ്, ആ ക്വസ്റ്റ്യൻ മാത്രമല്ല കുട്ടി പഠിക്കുന്നത്, അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടി അവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇത് അക്കൗണ്ടിംഗ് എന്ന് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ വന്നതാണ്. ഇത് അവിടെ സോൾവ് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, സോൾവ് ചെയ്യുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് സെഷൻസ് വേറെ വരും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ 2 സെഷൻസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അത് രണ്ടും PYQs ആണ്. റീസെന്റ് കഴിഞ്ഞിട്ടുള്ള എക്സാമിന്റെ PYQ ഡിസ്കഷൻ ആണ് ആ 2 സെഷനും. ഓക്കെ, മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരു ലൈവ് ഉണ്ട്. ലൈവിന്റെ റെക്കോർഡിംഗ് കിടക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുക, കാണാനായിട്ട് നോക്കുക. ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ ഇനി വരുന്നുണ്ട്. ഓക്കെ, ഓരോ മന്തും വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഫോളോ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടെ എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പം ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് അപ്പുറമായിട്ട് ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്, ക്ലിയർ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫീച്ചർ ഉണ്ട്. ഈ ഒരു ഫീച്ചർ കുട്ടികൾക്ക് ഒരു 2 മണിക്കൂറിനുള്ളിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ക്ലിയർ സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 2 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, അവരുടെ മെന്റർ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, കണ്ടോ, അതില് ഒരു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതിന്റെ ഇത് ക്ലിയർ ചെയ്ത് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതില് എല്ലാ കുട്ടികളും ഉണ്ടാവും. ആ ഒരു ഇപ്പൊ പ്രൈമിലെയും പ്രോയിലെയും എല്ലാ കോഴ്സിലെയും എല്ലാ ബാച്ചസിലെയും കുട്ടികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ ആ ക്ലിയർ സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അപ്പം ഏതെങ്കിലും ഒരാൾക്ക് വേറൊരാൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്കും കൂടെ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഫീച്ചർ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ഡൗട്ട് ഒരു എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ക്ലിയർ സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ,
അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ കുറച്ചധികം ഫീച്ചേഴ്സ് പറഞ്ഞു. ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. ഇപ്പൊ നമ്മൾ കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ച് എന്ന് പറയുന്നത് JRF ട്രാക്ക് ബാച്ച് ആണ്. അതിന് മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ട്. JRF ട്രാക്ക് ബാച്ചിന് അത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു ബാച്ചാണ്. ഓക്കെ, നമ്മൾ എക്സ്റ്റൻഷൻസ് ഒക്കെ വാരിക്കോരി കൊടുക്കുന്ന ഒരു ബാച്ചാണ് JRF ട്രാക്ക് ബാച്ചസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അതിന്റെ ഇൻഫർമേഷൻസ് ഈ ഒരു നമ്പറിൽ നിന്ന്, ഓക്കെ, ഈ ഒരു അഡ്മിഷൻ എൻക്വയറി നമ്പറിൽ നിന്ന് നിങ്ങൾ എടുക്കാനായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, തിയറീസ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നില്ല. അതായത് ഒരു തവണയാണ് ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളൂ, പിന്നെ ചോദിക്കുന്നത് ഇപ്പോഴാണ്. ഓക്കെ, ഞാൻ PYQ അനലൈസ് ചെയ്തിട്ട് പറയാണ്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒറ്റ തവണയാണ് ഇത് ചോദിച്ചിട്ടുള്ളൂ, പിന്നെ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ടൈമിലാണ്. ഓക്കെ, പക്ഷെ ആ ഒരു ഒറ്റ തവണ ചോദിച്ചു എന്നുള്ളത് കൊണ്ട് എക്കണോമിക്സ് എടുക്കുന്നതും ഷെഫീഖ് സാറാണ്. ഷെഫീഖ് സാറ് ക്ലാസിന്റെ PPT ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നത് ആ PYQസിനെ അനലൈസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു ഫാക്കൽറ്റി ആദ്യം ചെയ്യേണ്ടത് PYQസിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും സിലബസ് മാത്രം മനസ്സിലാക്കി അത് മാത്രം പഠിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. എന്തൊക്കെയാണ് ആ ഒരു സിലബസ് പ്രകാരം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എന്ന് ചോദിച്ചിട്ടുള്ളത്, ആ ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ ഫാക്കൽറ്റീസ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് മുന്നേ ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈ തിയറീസ് ഓഫ് പ്രോഫിറ്റിന് ഒരുപാട് മുന്നേ ആണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, സാർ അത് അവിടെ ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ ഒരു ക്ലാസ് കണ്ട കുട്ടിക്ക് എന്ത് ചെയ്യാം, ഈ പ്രാവശ്യം ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു 2 മാർക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ എക്കണോമിക്സിന് മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇക്വിലിബ്രിയം കേസിനെ പറ്റിയിട്ട് അതിന്റെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പൊ ഞാൻ ഷഫീഖ് സാറ് റിവിഷൻ സെഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം സാറ് പറഞ്ഞൊരു കാര്യം, നമുക്കിപ്പം എക്കണോമിക്സിൽ ആൻസർ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ആൻസർ ചെയ്യാൻ നമ്മളിപ്പം അതിന്റെ തിയറി മാത്രം നോക്കിയാൽ മതി, അതിന്റെ ബേസ് എന്താ നോക്കിയാൽ മതി, പിന്നെ നമ്മൾ ലോജിക്ക് വെച്ചിട്ട് ചെയ്യലാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിതിൽ എനിക്ക് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ഇത്. ഓക്കെ, അല്ലെങ്കിൽ ഇക്വേഷൻസ് ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റീഅറേഞ്ച് ചെയ്ത് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ ആണ്. ഓക്കെ, അങ്ങനെ ആവുമ്പം നമുക്ക് ആ ഒരു ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെ? അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം റിവേഴ്സ് ആൻസറിങ് ആ ചെയ്തത്. കാരണം ആ ഒരു കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിവേഴ്സ് ആൻസറിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് PYQ ഡിസ്കഷൻസിലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഇത് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാനോ ഒന്നിനും നിൽക്കണ്ട, നമ്മൾ എന്ത് ചെയ്യാം, നേരെ റിവേഴ്സ് ആൻസറിങ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രൈസ്, ഓക്കെ, പ്രൈസസ് ആണ് ഇവിടെ ആൻസേഴ്സ് ആയിട്ട് കൊടുത്തില്ല. ഈ പ്രൈസ് എന്നുള്ള Pന്റെ വാല്യൂ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെ? 1600 10,000 1600 മൈനസ് ചെയ്യാം, ആൻഡ് 1000 പ്ലസ് 4 ഇൻറ്റു P ചെയ്യാം. അങ്ങനെ അത് ഓരോന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ എപ്പോഴാണോ ആവുന്നത്, ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴാണോ നമ്മൾ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ ആവുന്നത്, ആ ഒരു സമയത്ത് ഉള്ള പ്രൈസ് ഏതാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം വേറെ ഒന്നും മനസ്സിലാക്കണം. അതായത് ഇപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷനോ അല്ലെങ്കിൽ ഇതിന്റെ റീഅറേഞ്ച്മെന്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് റിവേഴ്സ് ആൻസറിങ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ കണ്ടെത്തിയത്. ഓക്കെ, അപ്പം അത് എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാ, നമ്മുടെ ഷഫീഖ് സാർ പറഞ്ഞെന്നുള്ളതാ. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ 2 ഇക്വേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പാനിക് ആവേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആണ്. ഓക്കെ, എക്കണോമിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് അതിനെ എങ്ങനെയെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മാത്സിൽ വലിയ പുള്ളി ആവേണ്ട ആവശ്യമില്ല. ആംസ് ലെങ്ത് പ്രൈസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ടേംസിൽ സെയിം ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, അതായത് ജൂൺ 2025 സെയിം ക്വസ്റ്റ്യൻ വന്നു. അതുപോലെ തന്നെ ഡിസംബർ 2025 ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ JRF ക്ലബിൽ ഞാൻ പറഞ്ഞല്ലോ ടേം വൈസ് ആണ് പോകുന്നത്, കണ്ടോ, ടേം വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ജൂൺ 2025 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ആംസ് ലെങ്ത് പ്രൈസിന്റെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നത് നമ്മുടെ ഡിഡക്ഷൻസ്. ഓക്കെ,
ഡിഡക്ഷൻസിന്റെ സെക്ഷൻ വൈസ് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ ഇതില് നമ്മൾ നമ്മുടെ ക്യുക്ക് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പം എക്സാമിന് ഒരു 1 മന്ത് മുന്നേ ആയിരിക്കും ക്യുക്ക് നോട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ക്യുക്ക് നോട്ട് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സബ്ജക്റ്റിലെ ക്യുക്ക് നോട്ടിൽ ജസ്റ്റ് ഒരു 30+ പേജസേ വരുള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ക്യുക്ക് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്യുക്ക് നോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സെക്ഷൻസും അതിന്റെ പേരുകൾ ഇങ്ങനെ വളരെ ഷോർട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇതിന്റെ ഓരോരോ ലിമിറ്റ്സ്, കാര്യങ്ങൾ, പെർസെന്റേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഒരു മൾട്ടിപ്പിൾ ടൈം റിവൈസ് ചെയ്യേണ്ട ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യുക്ക് നോട്ട് ഒരു 2-3 തവണ വായിച്ചു പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ആ ഒരു കണ്ടന്റ് വന്നിട്ടുള്ളത് ഈ ക്യുക്ക് നോട്ട് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസിലും അത് എടുത്തിട്ടുണ്ടാവും. കാരണം ക്യുക്ക് നോട്ടിലുള്ള കണ്ടന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളെ ക്ലാസ്സസിൽ എടുക്കുന്ന കണ്ടന്റുകളെ സമ്മറൈസ് ചെയ്തിട്ട് ഒരു കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്യുക്ക് നോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റ് അതുപോലെ തന്നെ HRM കുറച്ച് പുതിയ കാര്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് OB, ഓർഗനൈസേഷൻ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ജൂൺ 2025 ടേമിലും ഡിസംബർ 2025ലും ഓക്കെ, അതുപോലെ തന്നെ ഡിസംബർ 2024 ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന് ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് ഇവർ ചോദിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റുകാരുണ്ടല്ലോ, കൊമേഴ്സ് മാനേജ്മെന്റ് ഉണ്ടല്ലോ. ഓക്കെ, MBA പഠിച്ചിട്ട് മാനേജ്മെന്റിന്റെ എക്സാം എഴുതുന്ന കുട്ടികൾ, മാനേജ്മെന്റിൽ നെറ്റ് എഴുതുന്ന കുട്ടികൾ, അവർക്കുള്ള ഒരു യൂണിറ്റ് ആണ് ശരിക്കും OB എന്ന് പറയുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ OB എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കും കൂടെ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. നമുക്ക് ശരിക്ക് HRM വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ശരിക്കും OB. പക്ഷെ OBന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ OBന്റെ മെറ്റീരിയൽ എന്ത് ചെയ്തു, ബിയോണ്ട് ദ ഹൊറിസോൺ ആയിട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്, ഇത് ശരിക്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും ആയിരുന്നില്ല. അത് ഐ തിങ്ക് 2025 ഈ ഒരു കോൺഫ്ലിക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ സ്റ്റേജസ് അറേഞ്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു സ്റ്റേജസ് അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഡിസംബർ 2024 ചോദിച്ചൊരു ചോദ്യത്തില് ഈ ഒരു സ്റ്റേജസ് അറേഞ്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പം അത് പഠിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു. അപ്പൊ ആന്റിസിഡന്റ് കണ്ടീഷൻസ്, ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ പഠിപ്പിച്ചു. കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചർ, പേഴ്സണൽ വാരിയബിൾസ്, ഈ 3 കാര്യങ്ങളാണ് എന്ത്, ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് നമ്മൾ പഠിപ്പിച്ചു. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ടാസ്ക് കോൺഫ്ലിക്റ്റ്, റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്, പ്രോസസ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, അപ്പം ഇത് അറിയുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ പ്രൊഡക്റ്റ് കോൺഫ്ലിക്റ്റ് ആണെന്ന് വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതായത് ഇതിന്റെ കോൺസെപ്റ്റുകൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരുവിധം പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അത് എത്ര ടൈം എടുത്താലും, ഓക്കെ, ഇപ്പം സെഷൻസ് എടുത്ത ഞാനാണ്, ഇപ്പൊ എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ബാങ്കിങ് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഓക്കെ, അത് ഫസ്റ്റ് ടൈം ചോദിച്ച പാടന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മുടെ മെറ്റീരിയൽ അങ്ങ് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ആ ഒരു എപ്പോഴാണോ NTA ചോദിക്കുന്നത്, ഓക്കെ, NTA ഒരു പുതിയ കാര്യം ചോദിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, അത് നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ടൈം ചോദിക്കുമ്പോൾ ആർക്കും അത് ആൻസർ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു പുതിയ ടോപ്പിക്കാണ്, ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട. പക്ഷെ അത് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ ഒരു NTA ഒരു പുതിയ ടോപ്പിക്ക് ചോദിക്കാൻ കാത്തിക്കുന്നത്, ഐഫർ എന്ത് ചെയ്യും, അത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആൻസർ നമ്മുടെ ഐഫ്രൈറ്റ്സിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വളരെ ബേസിക് ലെവലിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്, ഫിനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ, അതിന്റെ ഒരു ഫോർമൽ കോമ്പണന്റ് അല്ലാത്തത് ഏതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റീസെന്റ് ടേംസിലായിട്ട് നടന്നിട്ടുള്ള എക്സാംസിൽ നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം, ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം JRF മാസ്റ്റർ അനീസ് പൂവത്തി പറഞ്ഞൊരു കാര്യം, ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് ലെവൽ കാര്യങ്ങൾ മൾട്ടിപ്പിൾ ടൈം പഠിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ബേസിക് ലെവലും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ
ഈ ഒരു മെറ്റീരിയൽസിലും ക്ലാസ്സസിലും നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും ഇപ്പോൾ ഒരു എന്താണ് നമ്മൾ PG കഴിഞ്ഞുള്ള കുട്ടികളാണ്, അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, അപ്പം അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ മെറ്റീരിയലും ക്ലാസ്സസിലും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം വളരെ ബേസിക് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല, അത് സ്കിപ്പ് ചെയ്യാറില്ല. ഓരോ മാർക്കും എന്താണ് നമുക്ക് വിലപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ്. ഈ റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച്, അതുപോലെ തന്നെ റിസർച്ച് ക്വസ്റ്റ്യൻസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം കുറച്ചധികം കണ്ടുവരുന്നുണ്ട്. ഓക്കെ, നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ 1 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അത് പഠിച്ച ഒരാൾക്കും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിസർച്ചിൽ ചോദിക്കുന്നതായിട്ട് ഇപ്പം നമ്മൾ നോക്കിയപ്പം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നമ്മുടെ JRF ക്ലബിൽ ചോദിച്ചിട്ടുണ്ട്. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് വന്നതാ. ഓക്കെ, റിസർച്ചിന്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. അപ്പം ആ ഒരു ആദ്യം മുന്നേ ചോദിച്ചതെന്ന് നമ്മൾ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്താണ് എന്നുള്ളത്. ഓക്കെ, പ്രിഫേറ്ററി ഇൻഫർമേഷനിൽ എന്താണ് വരിക, ഇൻട്രൊഡക്ടറി ഇൻഫർമേഷനിൽ എന്തൊക്കെയാണ് വരിക, മെയിൻ റിസർച്ച് ബോഡിയിൽ എന്തൊക്കെയാണ് വരിക, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്നൊക്കെ ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ റിവൈസ്ഡ് ആൻസർ കീ വന്നപ്പോൾ ഡ്രോപ്പ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ശരിക്കും നമുക്ക് 0 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ആ ഒരു ആൻസർ ഇല്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവരത് ഡ്രോപ്പ് ചെയ്തു. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു കോൺസെപ്റ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിപ്പിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ചോദിച്ചതാണ്. ഇത് ജൂൺ 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ആണ്. നോക്കണം, ഇവിടെ മെറ്റീരിയലിന്റെ പേര് നോക്കണം. കൊമേഴ്സ് JRF ക്ലബ് ജൂൺ 2025 കംപ്ലീറ്റ് PYQs. ഓക്കെ, ജൂൺ 2025 ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ആണിത്. നമ്മൾ എന്താണ് അതിൽ ഐ തിങ്ക് അൺക്വാളിഫൈഡ് ഒപ്പീനിയനോ അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ ആൻസർ. ഓക്കെ, പക്ഷെ അത് മാത്രം പഠിപ്പിച്ചു കൊടുത്തിരുന്ന എന്താണ് ഈ ഇപ്പം അതിനുശേഷം ചോദിച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ആൻസർ മാത്രം പറഞ്ഞു കൊടുത്ത് പോയിരുന്നെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ എന്താ ചെയ്തു, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു, ആ ക്വസ്റ്റ്യന്റെ എല്ലാ ആസ്പെക്റ്റും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നതാണ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത് നമ്മൾ നമ്മുടെ ഒരു കോഡ് രൂപത്തിലാണ് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്, ഒരു കഥ രൂപത്തിൽ. ഓക്കെ, KGF-ഉമായിട്ട് ഒരു സാമ്യമുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കഥ രൂപത്തിലാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇപ്പം കണ്ടോ, ഇവിടെ ഞാൻ 101 മുതൽ 113 വരെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ, സോറി, 113 അല്ല, 116 വരെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യൻ വന്ന് നോക്കൂ, ക്വസ്റ്റ്യൻ ഇൻഡേഴ്സ് 7, ഇൻഡേഴ്സ് 24, ഇൻഡേഴ്സ് 36, ഇൻഡേഴ്സ് 110. ഓക്കെ, 110. ഓക്കെ, പക്ഷെ ഇതിൽ ഈ ഇൻഡേഴ്സ് 110 അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആൻസർ വളരെ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. കാരണം D3, ഓക്കെ, D3 എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ B അല്ലെ. D3 എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ് അല്ലെ. D3 എന്ന് പറയുന്നത് ഓപ്ഷൻ Bയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഈ ഒരു ഇത്രയും പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതായത് എല്ലാ സ്റ്റാൻഡേർഡ്സും എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട, നമുക്ക് പഠിക്കാൻ പറ്റുന്നത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ സ്കോർ ചെയ്ത് പോകാൻ പറ്റും. അത് തന്നെയാണ് ഇപ്പം റിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു JRF ഹോൾഡർ ഉണ്ട് നമുക്ക്. അവർ പറഞ്ഞൊരു കാര്യം, അവര് പഠിച്ചത് വൃത്തിയിൽ പഠിച്ചു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നത് വൃത്തിയിൽ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എലിമിനേഷൻ മെത്തേഡിലൂടെയും കാര്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം വേറൊരു ഫീച്ചറാണ് മെന്റർ കണക്ട് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. കുട്ടികൾ എവിടെയാണോ ഡൗൺ ആവുന്നത്, ഓക്കെ, അപ്പം വീക്ക്ലി എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പറേഷൻ അനാലിസിസ് കൊടുക്കുന്നുണ്ട്. കാരണം ജസ്റ്റ് പഠിപ്പിച്ചു പോയാൽ മാത്രം പോരാ, കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ഫാക്ടറും കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, ASന്റെ സ്റ്റാൻഡേർഡ്സിന്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ മറ്റൊരു കോഡാണിത്. ഓക്കെ, AS സ്റ്റാൻഡേർഡ്സിന്റെ കേട്ടോ. ഓക്കെ, പിന്നെ സെലക്ഷൻ പ്രോസസ്സ് സ്റ്റെപ്സ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മെറ്റീരിയലിനെ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഒരു ഡിസംബർ 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പക്ഷെ അതില് ജസ്റ്റ് സെക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, സെക്ഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. യൂണിലാറ്ററൽ റിലീഫിന്റെ സെക്ഷൻ ഏതാണ് എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഡിസംബർ 2025 യൂണിലാറ്ററൽ റിലീഫിൽ നിന്ന് ഒരു അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, പക്ഷെ അതെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സെക്ഷൻ മാത്രമല്ല പഠിപ്പിച്ചു പോയത്, അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ പഠിപ്പിച്ചത് കൊണ്ട്
കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ യൂണിലാറ്ററൽ റിലീഫിന്റെ കാര്യങ്ങൾ എങ്ങനെ ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, അത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രൂഫായിട്ട് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ 87 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഐഫർ കണ്ടന്റ് ഉണ്ട്. ആൻഡ് പേപ്പർ 1ന്റെ ഗൈഡൻസ് ഗ്രൂപ്പ് ആക്സസ് ചെയ്യാനായിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാം. ഓക്കെ, അതിൽ ഞാൻ പറഞ്ഞു കണ്ടന്റ്, ഫ്രീ മെറ്റീരിയൽസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ ആപ്പ് ഫീച്ചേഴ്സ് കിട്ടാനായിട്ട് നമ്മുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇത്രയാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ള കാര്യം, നമ്മുടെ റിവൈസ്ഡ് ആൻസർ റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. കോഴ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പല കുട്ടികളുടെയും. ഓക്കെ, നിങ്ങൾ നെറ്റ് ഉണ്ടോ, JRF ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കാം. ഓക്കെ, നോക്കിയിട്ട് അറിയിക്കാം. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.